നമ്മുടെ നെഗറ്റീവ്സ് നമ്മൾ മനസ്സിലാക്കുവാണല്ലോ നമുക്കത് പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. ആ ടാർവോണി കയറി ടാർട്ടൂവിൽ ഇങ്ങനെ മിസ്സാവുന്ന ആൾക്കാരെ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കമ്പനിയായി മാറുന്നത്. ഒരു ലക്ഷ്യം വെച്ച് ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ വെറുതെ പോകുന്നതിനേക്കാൾ നല്ലത് ഒരാൾ കൃത്യമായിട്ട് നമുക്കൊരു പുഷ് തരാനുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എത്തുന്നതാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ ഗൈഡൻസ് ആണ് എനിക്ക് ടീമേറ്റ്സിൽ കണ്ട ഫസ്റ്റ് ക്വാളിറ്റി. ഹലോ എവരിവൺ, ടീമേറ്റ്സിന്റെ അച്ചീവേഴ്സ് ടോപ്പിലേക്ക് ഒരുപാട് അച്ചീവേഴ്സ് അവരുടെ നേട്ടങ്ങളും യാത്രകളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ അച്ചീവേഴ്സ് ടോപ്പ് നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. ഇനി വീണ്ടും ഇൻസ്പിറേഷൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരുമിച്ച് യാത്ര തുടങ്ങി ഒരുമിച്ച് ജോലിയിൽ കയറിയ രണ്ട് യുവാക്കളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അഭിനവ് ആൻഡ് അഭിലാഷ് വളരെ മനോഹരമായി ചിരിച്ചുകൊണ്ട് ഈ ജേർണി പൂർത്തിയാക്കുന്ന CGL അച്ചീവേഴ്സ് ആയി മാറി GST ജോലി ചെയ്ത രണ്ട് ഇൻസ്പെക്ടേഴ്സ്. Let's see them. Hi. Hi. എങ്ങനെയുണ്ട് രണ്ടാളും? സുഖമായിരിക്കും. സുഖം. ഓക്കെ. എന്ത് തോന്നുന്നു ജോയിൻ ചെയ്തതിന് ശേഷം? ഹാപ്പിയാണ്. സന്തോഷം. എങ്ങനെയാണ് തുടക്കം? എങ്ങനെ രണ്ടാളും കണ്ടുമുട്ടിയത്? കണ്ടുമുട്ടിയത് SSC പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ്. ഞാനാണ് കുറച്ചുകൂടെ മുന്നേ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. എങ്ങനെയായിരുന്നു ഒരു ജേർണിയുടെ ബിഗിനിങ്? എങ്ങനെയായിരുന്നു? ഭയങ്കര ടഫായിരുന്നു? ടഫൊന്നല്ലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ വേറെ അടുത്തെന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ട് SSC കോച്ചിങ് വന്നു. ഞങ്ങൾ രണ്ടാളും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചിരുന്നത്. പിന്നെ 22 CGL കഴിഞ്ഞു, 23 CGL കഴിഞ്ഞു. രണ്ടാളും ഒരേ പോലെ തന്നെ രണ്ടിലും പോയി. ചെറിയ മാർക്കിനാണ് പോയത് രണ്ടാൾക്കും. പിന്നെ 24 CGL ഒരു മാറ്റം എന്താണ് കാരണം എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ചെറിയ മാർക്കിന് പോകാനുള്ള മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറ്. അങ്ങനെ മാർക്ക് കുറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ടോപ്പേഴ്സിന്റെ മാർക്ക് നോക്കും, നമ്മളെ മാർക്ക് നോക്കും. അത് കാണുമ്പോൾ അതെ നിങ്ങൾ പറഞ്ഞു 2024 മാറ്റം ഉണ്ടായത്. 2024 വരെയുള്ള ജേർണിയിൽ എന്തൊക്കെയായിരുന്നു ഫ്ലോസ്? നമുക്ക് പുതിയ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ അവർക്കത് ആവർത്തിക്കാതിരിക്കാൻ സഹായിക്കാറ്. ആ ജേർണിയിൽ എന്തൊക്കെയാണ് ഫ്ലോസ് എന്ന് പറയാൻ ഫ്ലോസ് എന്ന് പറഞ്ഞാല് നമുക്കൊന്ന് വീഴ്ചകൾ എന്തായിരുന്നു? എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് സാധനം? ടാരോണിന്റെ കേസിൽ ടാരോണിന് പ്രശ്നമില്ലായിരുന്നു. ടാരോണിന് കയറുമായിരുന്നു, ഞാനും കയറിയിട്ടുണ്ട്, ഇവനും കയറിയിട്ടുണ്ട്. ടാർ 2 എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. ഞാൻ ഫസ്റ്റ് 2022 ടാർ 2 കമ്പ്യൂട്ടറാണ് ഡിസ്ക്വാളിഫൈ ആയത്. മറ്റേത് പോസ്റ്റ് കാസ്റ്റിംഗ് കട്ട് ഓഫ് ക്ലിയർ ആയിരുന്നു, കമ്പ്യൂട്ടർ ഡിസ്ക്വാളിഫൈ ആയി. അപ്പം ഞാൻ വിചാരിച്ചു കമ്പ്യൂട്ടറല്ലേ പോയത്, അടുത്തേക്ക് മറ്റേത് കമ്പ്യൂട്ടർ റെഡി ആക്കാമെന്ന് വിചാരിച്ചു. അടുത്തേക്ക് കമ്പ്യൂട്ടർ റെഡിയായി, കമ്പ്യൂട്ടർ നല്ല സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ളതിൽ ആൻസർ കീ മാറിയപ്പോൾ മാർക്ക് കുറഞ്ഞു. ആദ്യം ടെൻറ്റേറ്റീവ് ആൻസർ കീ വന്നപ്പോൾ സ്കോർ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു GST ഇൻസ്പെക്ടർ കിട്ടും എന്നൊക്കെ വിചാരിച്ചു. മറ്റേ റാങ്ക് മിത്ര റാങ്ക് IQ ഒക്കെ ഡാറ്റയൊക്കെ നോക്കിയിട്ട് പിന്നെ എല്ലാവരും കട്ട് ഓഫ് ഒക്കെ പ്രിന്റ് മറ്റേ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വിശ്വസിച്ചു അന്ന്. പക്ഷെ ഇപ്രാവശ്യം അത് വിശ്വസിച്ചില്ല. അങ്ങനെ ആ കട്ട് ഓഫ് ഡാറ്റ ബേസ് ചെയ്ത് ഞാൻ കയറുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഫൈനൽ ആൻസർ വന്നപ്പോൾ 4 ക്വസ്റ്റ്യൻ ഓപ്ഷൻ ചേഞ്ച് ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻ ബോണസ് സ്റ്റോഡ്. ഈ 2 ബോണസ് സ്റ്റോഡും എൻ്റെ ഓൾറെഡി ശരിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല. 4 ക്വസ്റ്റ്യൻ മാറിയത് 4 എനിക്ക് ആദ്യം ശരിയായിരുന്നു, പിന്നെ തെറ്റി. 16 മാർക്ക് കുറഞ്ഞു. ആ 16 മാർക്കിൽ GST ഇൻസ്പെക്ടർ എന്നല്ല ഒരു ക്വസ്റ്റ്യൻ കിട്ടില്ല, ഒന്നുമില്ലാതെ താഴ്ത്തി. അങ്ങനെയായിരുന്നു. അപ്പോൾ അടുത്തത് അങ്ങോട്ട് കയറണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നുള്ള ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നമ്മൾ ആ ടാർവോണി കയറി ടാർ 2 ഇങ്ങനെ മിസ്സാവുന്ന ആൾക്കാരെ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കമ്പനിയായി മാറുന്നത്. എന്തായിരുന്നു നിങ്ങൾ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടെത്തിയ ഒരു പ്രധാന കാരണം എന്തായിരുന്നു? ഇത്രയും വർക്ക് ചെയ്തിട്ട് എന്തുകൊണ്ടത് ഉയരുന്നുള്ള റീസൺ ഉണ്ടാവും, ഒരുത്തരുണ്ടാവും. എന്തായിരുന്നു? ലാക്ക് ഓഫ് സ്ട്രാറ്റജി ആണോ, ലാക്ക് ഓഫ് മെന്റർഷിപ്പ് ആണോ? എന്തായിരുന്നു? മെയിൻലി മെന്റർഷിപ്പ്, ഒരു ഗൈഡൻസിന്റെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ലക്ഷ്യം മുന്നിലുണ്ട്, ഒരു വഴിയുണ്ട്. ആ വഴിയിൽ ഇങ്ങനെ പോവാന്നല്ലാണ്ട് ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞു തരാനല്ല. കറക്റ്റ് ഒരു ഗൈഡൻസ് മിസ്സിംഗ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ നമുക്ക് തോന്നിയ പോലെ പഠിക്കുന്നു, ഇവന് തോന്നിയ പോലെ പഠിക്കുന്നു. നമ്മളത് ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബ് നോക്കുന്നുണ്ട്, ടെലിഗ്രാം നോക്കുന്നുണ്ട്, പല സോഴ്സ് നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രോപ്പർ ഗൈഡൻസ്. എങ്ങനെയാണ് മെന്റർഷിപ്പിലേക്ക് എത്തിപ്പെട്ടത്? അത് ഞങ്ങൾ ഈ ടാർ 1 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. ഇപ്പോൾ ടാർ 2 വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നുള്ളൊരു ഇതിൽ നിൽക്കുന്ന സമയത്ത് ആകാശാണ് ടീംമേറ്റ്സിലേക്ക് സജസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ടാർ 2 ബാച്ചിൽ ജോയിൻ ചെയ്യാം, മെന്റർഷിപ്പ് ഉണ്ട്, സന്ദേശ് സാറിന്റെ മെന്റർഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ആ ബാച്ചിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ജോയിൻ ചെയ്തത്, ടാറ്റോ ബാച്ചിൽ. അപ്പം അതിൽ ജോയിൻ ചെയ്തു. അപ്പം ആ സമയത്ത് എനിക്ക് ഓർമ്മ, ഞാൻ സാറിനെ ആദ്യമായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ആകാശ് പറഞ്ഞ സാറ് ഒരു 9:30 ഉറങ്ങും, നേരത്തെ വിളിക്കണം പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ചത് 10 മണിക്കാണ്. പക്ഷെ സാറ് ഫസ്റ്റ് കോളായിരുന്നു. എനിക്ക് സാറിന് അറിയില്ല, സാറിന് മുന്നേ അറിയില്ല. പക്ഷെ ആ ഫസ്റ്റ് കോളിൽ 10 തൊട്ട് 10:30 വരെ സാർ സംസാരിച്ചിരുന്നു, 1/2 മണിക്കൂർ. എന്നിട്ട് കട്ട് ചെയ്ത് അപ്പം തന്നെ എനിക്ക് ആ ഒരു
ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ആദ്യമായിട്ട് വിളിക്കുന്ന ഒരാൾ, ഞാൻ അവിടെ എനിക്കൊന്നും ജോയിൻ ചെയ്തിട്ടില്ല, അതിന് മുന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ സാർ അത്ര സംസാരിച്ചു. അങ്ങനെ അതിനുശേഷം ഇവനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിരുന്നു. അങ്ങനെ സംസാരിച്ചു. പിന്നെ ആ സമയത്ത് സാറ് സ്കോറൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ സ്കോർ പറഞ്ഞു. സാർ പറഞ്ഞു ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തിട്ട് ഈ സ്കോർ പോരാ, സ്കോർ ഷോക്കാണെന്ന്. അവിടെ സ്ട്രാറ്റജി വല്ലാണ്ട് ലാക്ക് ചെയ്യുന്നു. സ്കോർ ഷോക്കാണെന്ന്. അടുത്ത് ഞാൻ മോക്ക് ചെയ്തിട്ട് ഒരു മോക്കിന്റെ സ്കോർ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. അപ്പൊ അതില് ജിക്കാന്റെ സ്കോർ നോക്കി പറഞ്ഞു അത് ജിക്ക വളരെ ഷോക്കാണ്. എനിക്ക് 2 ഷോക്കാണ് ഫസ്റ്റ് 2 ദിവസം കിട്ടിയത്. പിന്നെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവല്ലോ, ഷോകത്തുനിന്ന് മാറാൻ. പിന്നെ അതിനുള്ളൊരു ഇതില്ലായിരുന്നു. എന്നോട് പറഞ്ഞു അവിടെ ഞാൻ ആദ്യമായിട്ട് ഒരാളെ അങ്ങനെ പറയുന്നത്, അങ്ങനെ പറയാൻ പോലെ ഒരാളുണ്ടായിരുന്നില്ല. ഷോക്കാണെങ്കിൽ ഷോക്കാണെന്ന് പറയാൻ പോലെ ഒരാളുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഷോക്കാണ് ശരിയാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് പറയാൻ ഒരാളോട് വന്നു എന്നുള്ളൊരു മാറ്റം ഉണ്ടായിരുന്നു. നമ്മളെ നെഗറ്റീവ്സ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണല്ലോ നമുക്കത് പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. ടീമേറ്റ്സിൽ വന്നതിന് ശേഷം ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, നമ്മുടെ ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ടാവും. അതെങ്ങനെ ഹെൽപ്ഫുൾ ആയിരുന്നു? ടെസ്റ്റ് സീരീസ് ഞാൻ അതിൽ കണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ സെക്ഷണൽ ടെസ്റ്റ് 55 മിനിറ്റിന്റെ സെക്ഷണൽ ടെസ്റ്റ് ഉണ്ട്. എക്സാമിന് ശരിക്കും 60 മിനിറ്റ് 1 അവറാണ്. പക്ഷെ നമ്മൾ 55 മിനിറ്റിൽ അത് തീർക്കാൻ നോക്കുക. അപ്പോൾ ഈ അന്നപ്പോൾ തന്നെ നമുക്കൊരു 5 മിനിറ്റ് അവിടെ കിട്ടും. റിയൽ എക്സാം വരുമ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ കിട്ടും. അതെ, അതൊരു കാര്യമായിരുന്നു അതിൽ. ഫസ്റ്റ് സെക്ഷൻ 1 അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അതൊരു എക്സാം വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അവിടെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, അതിൽ കൂടെ ചെയ്യാൻ പറ്റും. എത്രത്തോളം നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങി, നമ്മളിങ്ങനെ കുറെ ജേർണി നടത്തി, എപ്പോഴെങ്കിലും തെറ്റിട്ട് പോകണം തോന്നി മതിയടാ ഇനി നമുക്ക് വേറെ ഒന്നും നോക്കാറില്ല, ശരി വേറെ ഒന്നും നോക്കാം പിന്നെ അതിനൊക്കെ തോന്നിയിട്ടില്ല. കാരണം വേറെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. വെരി ഗുഡ്. പ്ലാൻ ബി ഇല്ലായിരുന്നു. ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് മടുക്കുന്ന സമയം ഉണ്ടാവും. പക്ഷെ വേറെ ആളുകൾ വേറെ ചെയ്യാൻ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. പിന്നെ ഇതിലേക്ക് അത്ര ഇൻവെസ്റ്റഡ് ആയിരുന്നു മെന്റലി ആൻഡ് നമ്മളെ എഫേർട്ട് വൈസ് അത്രയും ഇതിലേക്ക് ഇറങ്ങി പോയിരുന്നു. അതുകൊണ്ട് പിന്നെ തിരിച്ചു കയറാനുള്ള ഓപ്ഷനൊക്കെ നല്ലത് സ്ട്രോങ് സബ്ജക്ട്സ് എന്ന് പറയുന്നത് മാത്സ് ആയിരുന്നു. ഞാനിതിൽ നിൽക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങി പോകണം തോന്നിയിട്ടില്ല. കാരണം ഓരോ എക്സാമും ടയർ 2 ചെയ്തും പോകും, ജസ്റ്റ് ചെറിയ മാർക്കിനാണ് പോകുന്നത്. എനിക്ക് 22-ൽ അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടറാണ് പോയത്. കമ്പ്യൂട്ടർ ആ കൊല്ലം വന്നതായിരുന്നു, പുതിയ പാറ്റേൺ. അതിലുള്ള കൺഫ്യൂഷനിൽ കമ്പ്യൂട്ടർ പോയി. 23-ല് 6 മാർക്കിനാണ് കട്ട് ഓഫ് ക്ലിയർ ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടെ വരെ എത്തി. ഒരു 6 മാർക്ക് കൂടി കിട്ടിയാൽ അടുത്ത വിളിക്കാം. അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയാണ്. ഓരോ തവണയും ഓരോ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര അടുത്തെത്തും, ജസ്റ്റ് മിസ് ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്തൊരു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി എനിക്ക് 2023 ടയർ 2 കിട്ടിയ മാർക്കിനെക്കാട്ടും കുറവായിരുന്നു. ഇപ്രാവശ്യം 24-ലെ മോക്ക് അടിച്ച് തുടങ്ങുമ്പോൾ അതിൽ കട്ട് ഓഫിന് 6 മാർക്ക് കുറവായിരുന്നു. അതിലും കുറവായിരുന്നു 24-ലെ മോക്ക് അടിച്ച് തുടങ്ങുന്ന മാർക്ക്. അതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. അങ്ങനെ ഈ ടീമേറ്റ്സിലെ മെന്റർഷിപ്പ് ബാച്ച് ചേർന്നു. മെന്റർഷിപ്പ് ബാച്ചിൽ ആകാശ് പറഞ്ഞു സുന്ദർ സാറെ കോൺടാക്ട് ചെയ്തു. സുന്ദർ സാറും അങ്ങനെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് ആർക്കെങ്കിലും 300 താഴെ മാർക്ക് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. പക്ഷെ ഞാനത് വിചാരിക്കുന്ന വെച്ചാൽ ഒരു 200 ആൾക്കാരുണ്ട് ആ ഗ്രൂപ്പിൽ. ഇവരൊക്കെ കോൺടാക്ട് ചെയ്താൽ എന്നായിരിക്കും ഇതിന്റെ ഉത്തരം കിട്ടുക, എക്സാം കഴിയില്ലേ? അങ്ങനെ ഞാൻ കുറെ ഇരുന്നു. അങ്ങനെ ഒരു എക്സാമിന് എനിക്ക് റെക്കോർഡ് പൊട്ടി. ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക്. പിന്നെ വേറെ രക്ഷയില്ല. സാറ് വിളിച്ചു. സാറ് 3 മോക്കിന്റെ മാർക്ക് അയച്ചിട്ട് പറഞ്ഞു. സാറാണ് പിന്നെ പറഞ്ഞത് എന്താ ചെയ്യേണ്ടത്, ഓരോ വിഷയം എവിടെയാണ് കൊടുക്കേണ്ട ടൈം. ഇംഗ്ലീഷും GK ഒക്കെ ആയിരുന്നു എനിക്ക് മാർക്ക് കുറവാണ്. അപ്പൊ അതും സാറാണ് പറഞ്ഞത്. ഇപ്പൊ GK എന്താ ചെയ്യേണ്ടത്? ഇംഗ്ലീഷ് സാറ് പറഞ്ഞ ടൈം കൂട്ടാൻ പറഞ്ഞായിരുന്നു. പിന്നെ സാറ് ഒരു ബുക്കും യൂട്യൂബ് ചാനൽ സജസ്റ്റ് ചെയ്തു. അതില് ഈ റോങ് ആയിട്ടുള്ള സാധനങ്ങൾ ഏരിയ മാത്രം, അങ്ങനെ കുറച്ചുകൂടെ. ഞാൻ ഇംഗ്ലീഷ് അത്ര സമയം കൊടുക്കാറില്ല ആ സമയത്ത്. എനിക്ക് ഇംഗ്ലീഷ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പിന്നെ സാർ പറഞ്ഞു ഇംഗ്ലീഷ് എന്തായാലും എളുപ്പമായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ ഇത് പഠിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ഞാൻ ആ സമയത്ത് ഇംഗ്ലീഷിന് കൊടുക്കുന്ന സമയം കുറവായിരുന്നു. അത് കുറച്ച് കൂട്ടി. പിന്നെ സാർ പറഞ്ഞു ആ ബുക്സും ഇതൊക്കെ ഫോളോ ചെയ്തായിരുന്നു. നമ്മുടെ മാത്സ് പഠിക്കുമ്പോഴേ ടോപ്പിക് വൈസ് പഠിക്കുന്നതാണോ നല്ലതല്ല സെക്ഷൻ വൈസ് പഠിക്കുന്നത്? എന്താ നിങ്ങളെ മാത്സിന്റെ ഒരു QA പ്രശ്നം തുടങ്ങുമ്പോഴോ? ഒരു ബിഗിനറോട് പറയാം, ഒരു ആസ്പിറന്റ് ആദ്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അയാൾ എന്ത് ഫോക്കസ് ചെയ്യും? അല്ല ടോപ്പിക് വൈസ് ആണ് നല്ലതല്ല ആദ്യം തന്നെ സെക്ഷനിലേക്ക് പോകണം? അല്ല ടോപ്പിക് വൈസ് എന്തായാലും പോകണം. അതായത് നമ്മൾ സിലബസ് എന്തായാലും ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ആക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ റിവൈസ് ചെയ്തുകൊണ്ടേ നിൽക്കണല്ലോ. എന്നിട്ട് റിവൈസ് ചെയ്തോണ്ടിരിക്കണം. ഒരു 2 റിവിഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്ഷനിലേക്ക് കടക്കാം. സെക്ഷനിൽ എല്ലാം മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് പിന്നെ റിവിഷൻ ആ സെക്ഷണൽ ടെസ്റ്റ് തന്നെ നടത്താൻ പറ്റും. എല്ലാ ചാപ്റ്ററിലെയും കുറിച്ച് നമ്മൾ ആ സെക്ഷണൽ ടെസ്റ്റിൽ കാണുമല്ലോ.
സെയിം ആണ് അഭിലാഷ്. ടോപ്പിക് വൈസ് തുടങ്ങുന്നതാണ് നല്ലത്. സെയിം സാർ. ആ, അത് വേറൊരു ഘടകം GK. നമ്മൾ കൊണ്ടുപോകും GK ഭയങ്കര പ്രശ്നമാണ്. GK ആകെ ടഫാണ്, വൈഡ് ആണ് അല്ലെ. അധികം SSCയിൽ വരാത്തതിന്റെ കാരണം പറഞ്ഞ് GK അല്ലെ. GK എങ്ങനെയാണ് ചിന്തിക്കാറ്? ഒക്കെ ഈ സിലബസ് മൊത്തം ഇരുന്ന് തീർക്കാൻ നോക്കി നടക്കൂല. അത്രയും GK ഉണ്ട്, അത്രയും വൈഡാണ്, പറഞ്ഞ പോലെ തന്നെ വൈഡാണ്, മൊത്തം തീർക്കാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ഓറിയന്റഡ് ആയിട്ട് ഉള്ള GK നോക്കുക, പഠിക്കുക, അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുള്ളതാണ്. അപ്പൊ അതിൽ ഞങ്ങള് ചെയ്തത് PYQ നോക്കിയിരുന്നു. പിന്നെ പർമാറിന്റെ ഒരു ചാനൽ അത് നോക്കിയായിരുന്നു. അപ്പൊ അതിലൊക്കെ PYQ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും GK ആണ് കൂടുതൽ പഠിച്ചത്. അല്ലാതെ GK പഠിക്കാനുള്ള നമുക്കൊരു മുമ്പിലൊരു ഇത് വേണമല്ലോ GK. പക്ഷെ ബാക്കി ഇപ്പൊ മാത്സ് ആണെങ്കിലും റീസണിങ്, ഇംഗ്ലീഷ് എല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. ടോപ്പിക് വൈസ് അല്ല പോകുന്നത് GK. ടോപ്പിക് വൈസ് ആണ്. PYQ തന്നെ ഒരു ടോപ്പിക് എടുക്കും, അതിലെ PYQ നോക്കിയിട്ട് ഇപ്പൊ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിലെ ചോദിച്ച PYQ, അങ്ങനെ ടോപ്പിക് പ്ലസ് PYQ ആ രീതിയിലാണ് നോക്കിയത്. കാരണം നമുക്കൊരു മുമ്പിലൊരു ഇത് വേണം GK ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ ഈ PYQ നോക്കിയാൽ തന്നെ GK ഭയങ്കര വൈഡാണ്. അങ്ങനെ അത്രയും വൈഡുള്ള GK നമ്മൾ സിലബസ് വൈസ് ഇരുന്ന് തീർക്കുക എന്നാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് PYQ നോക്കുക, അതിൽ റിപ്പീറ്റഡ് ഉള്ള സാധനങ്ങൾ നോക്കുക. ഇപ്പൊ ഒരു തവണ ഒറ്റ 4 വർഷത്തിൽ ഒരു തവണ ഒരു ചോദിച്ച ക്വസ്റ്റൻ ആണെങ്കിൽ അതിലിന്ന് പഠിച്ചിട്ട് അതിന് ചോദിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇപ്പൊ ഈ 4 വർഷത്തിൽ നമ്മൾ കൂടുതൽ ചോദിച്ച സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തായാലും പഠിക്കാം. ഇപ്പൊ GK നമുക്ക് എല്ലാവരും PYQ പഠിക്കുന്നുണ്ട്. ഇപ്പൊ PYQ നമ്മൾ പഠിച്ചില്ല, നമ്മൾ GK താഴെ പോകും. അപ്പൊ ഈ എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടണം. ഈ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയില്ലെന്ന് പ്രശ്നമില്ല. അത് വളരെ കുറച്ച് ആൾക്കാർ അറ്റൻഡ് ചെയ്യുള്ളൂ എന്നാണ് ഒരു ഇത്. അപ്പൊ അതിൽ നമ്മൾ അങ്ങനെ മിസ് ഔട്ട് ആവില്ല. അപ്പൊ ഈ വളരെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സാധനങ്ങളൊക്കെ മിസ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ഇംഗ്ലീഷിലെ ഒക്കാബ് അങ്ങനെ തന്നെയാണ്. ഡിക്ഷണറി മൊത്തം ഇരുന്ന് പഠിക്കണം നടക്കൂല. പ്രീവിയസ് ചോദിച്ച പ്രീവിയസിൽ ചോദിച്ചുള്ള സാധനങ്ങൾ മാത്രം പ്രീവിയസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. ഡൗട്ട് ഉണ്ടാവുന്ന വെച്ചാൽ ഇത് എങ്ങനെ തുടങ്ങണം? ആർക്കറിയില്ല, അക്കാഡമിക്സ് കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് അല്ലെ. അതിനാണ് ഒരു കോമ്പറ്റീഷൻ നമ്മൾ തുടങ്ങുന്നതാണ്, കോമ്പറ്റീവ് എക്സാമിന്റെ ഫീൽഡിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങാണ്. അപ്പൊ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഇതിലെന്താണ് സ്റ്റാർട്ടിങ് എന്തായിരിക്കും? നമ്മുടെ PYQ ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിന്റെ ബിഗിനിങ് എന്തായിരിക്കും? ഒരു തുടക്കക്കാരൻ എങ്ങനെയായിരിക്കും? നിങ്ങളിപ്പം പറഞ്ഞല്ലോ കുറച്ച് ഫ്ലോ ഉണ്ടായി, നിങ്ങൾ ലേൺ ചെയ്തു അല്ലെ. ഒരു നിങ്ങളെ സംബന്ധിച്ച് ശരിക്കും കറക്ഷൻ നടത്തിയതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു സ്ട്രാറ്റജി കിട്ടുന്നു അല്ലെങ്കിൽ ഒരു മെന്റർ കിട്ടുന്നു, അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും? അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ഒരു സ്ട്രാറ്റജി പറഞ്ഞു, ഇപ്പൊ ഒരാൾ അതേപോലെ ഫോളോ ചെയ്യാൻ നോക്കി, അത് അങ്ങനെ തന്നെ വർക്ക്ഔട്ട് ആണോ എന്നുള്ളൊരു സാധനം ഇല്ല. ഇപ്പോ ഒരു ഡേ 1 തൊട്ട് റിസൾട്ട് വരുന്ന അന്ന് വരെ 100% ശരിയായ വഴിക്ക് മാത്രം ഒരാൾ പോയി എന്നുള്ളത് വരില്ല. ഉണ്ടാവും. പക്ഷെ അതില് ഒരു കറക്റ്റ് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു എബോ 90% കറക്റ്റ് പോകുന്ന സ്വാഭാവികമായിട്ടും അഭിലാഷും അഭിനവും 2 വ്യക്തികളാണ്. രണ്ടാൾക്കും 2 സ്ട്രാറ്റജിയാണ്. സ്റ്റിൽ അതെങ്ങനെ വർക്ക്ഔട്ട് ആയിരുന്നു? അത് സാറ് ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അവരെ വീക്ക്നെസ് നമ്മളെ സബ്ജക്ട് വൈസ് സെക്ഷൻ വൈസ് നോക്കി ചെയ്യാൻ പറയുന്നത്. കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി മസ്റ്റ് ആണ്. പിന്നെ നമ്മൾ തന്നെ ഒരു സ്ട്രാറ്റജിയിലേക്ക് മാറണം. അല്ല, ഞാൻ ചോദിച്ചിരിക്കുന്ന കാരണം എന്താ വെച്ചാൽ ചില കുട്ടികൾ പോയിട്ട് യൂട്യൂബ് ചാനലിന്റെ സ്ട്രാറ്റജി വീഡിയോസ്, അതുകൊണ്ട് അവർക്ക് എല്ലാം ഒരു കോമൺ സ്ട്രാറ്റജി. പലപ്പോഴും ഡിബേറ്റ്സ് ഒക്കെ വരുന്ന പറയുന്നത് ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു സ്ട്രാറ്റജി കിട്ടിയത്, ഇവിടെ നിന്നാണ് എനിക്ക് സബ്ജക്ട് വൈസ് കിട്ടിയത്. എനിക്കൊന്നും അത് ഡിബേറ്റ്സിന്റെ അഡ്വാൻറ്റേജ് ഞങ്ങൾ പറയാറുണ്ട്. കാരണം സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി SSCനെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അബണ്ടൻസ് ആണ്. സോഴ്സസിന്റെ ഇഷ്ടംമാതിരി സോഴ്സസ് ആണ് എല്ലാ സബ്ജക്റ്റിനും. ഓക്കെ, അതിൽ ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് തന്നെ ഒരു കൊല്ലം ഇരിക്കാൻ വരും. ഏതാണ് നല്ലത് നോക്കി തെരഞ്ഞെടുക്കാൻ തന്നെ പഠിച്ചു കുറച്ച് സമയം ഇതെടുക്കുന്നു. പക്ഷെ ലാസ്റ്റ് ഒരു റിസൾട്ടും ഉണ്ടാവില്ല, എല്ലാം കൂടി നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു കസ്റ്റമൈസ്ഡ്, അതായിരിക്കും ഒരു ബിഗിനർക്ക് നല്ലതല്ലേ, കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജിയിലേക്ക് പോവാം. നമ്മള് യൂട്യൂബ് ഫോളോ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ യൂട്യൂബിൽ ഒരു സ്ട്രാറ്റജി പറയും, പക്ഷെ നമ്മൾ അതുപോലെ ഫോളോ ചെയ്തു. പക്ഷെ അതിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടുന്ന് കിട്ടിയ പോലെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് വർക്കാവുന്നില്ല പറഞ്ഞാൽ അടുത്ത അത് മാറ്റി തരും. ഇപ്പൊ അതിപ്പോ എനിക്ക് തന്നെ നോക്കിയാൽ ഞങ്ങൾക്ക് 2 ആൾക്കും 2 രീതിയിലാണ് പോയത്. നമ്മളെ 2 പേരും 2 രീതിയിലാണ് സാറ് പറഞ്ഞതും ഞങ്ങൾ ഫോളോ ചെയ്ത് അങ്ങനെ തന്നെയാണ്. അതിൽ കോമൺ ആയിട്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഡിഫറൻസ് ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞാൽ, ഞാൻ പറയുന്നവരോടൊക്കെ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്. പക്ഷെ അവസാനം ഞാൻ പറയാറുണ്ട് ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, ഇതേപോലെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ എങ്ങനെ നോക്കിയാലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ മാത്സ് തന്നെ 2 സ്ട്രോങ് ആയ 2 ആൾക്കാർ 2 രീതിയിലാക്കി മാത്സ് പഠിക്കേണ്ടത്. ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ എല്ലാ ഗൈഡൻസ് നോക്കുക, നമുക്ക് വേണ്ട രീതിയിൽ നമ്മളെ കസ്റ്റമൈസ് ചെയ്തെടുക്കുക.
പിന്നെ ഒരു മെന്റർ ഉണ്ടെങ്കിൽ ആ മെന്ററിന്റെ സജഷൻ കൂടെ നോക്കുക. ഇത് പക്ഷേ ഫ്യൂച്ചർ ആസ്പിറൻസിനുള്ള ഒരു നിർദ്ദേശം കൂടെ ആയിരിക്കും. നമ്മുടെ പേഴ്സണലി അറിയുന്ന അല്ലെങ്കിൽ നമ്മളെ മാർക്കുകൾ നോക്കിയിട്ട് നമുക്ക് എവിടെയാണോ കുറവുള്ളത് അത് നികത്തുന്ന രീതിയിലുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കി തരുന്ന ആൾക്കാരെ നമ്മളെ കറക്റ്റ് നമ്മളെ സ്കോർ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ മെന്റർ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ സാറിന്റെ കേസിൽ അങ്ങനെ ഒരാളുണ്ടായിട്ടുണ്ട്. ഞാൻ ആ തുടക്കത്തിൽ അയച്ചു കൊടുത്ത സ്കോർ പിന്നെ അങ്ങോട്ടുള്ള സ്കോർ കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന എവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മള് നോക്കി കാണാത്തൊരു സാധനം പുറത്ത് ഒരാൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. സന്ദേശം ഒരു നേട്ടം നേടിയ ഒരാൾ എന്തായിരുന്നു ആ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? ആക്ച്വലി നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ എന്തായാലും ഉണ്ടാവും. ഒരു മാർക്കിനാണ് മിസ്സാവുന്നത്, 2 മാർക്ക് മിസ്സാവുമ്പോഴും ഒരു ഇന്നർ പവർ നമ്മൾ തള്ളുന്നുണ്ടാവുന്ന ഉറപ്പല്ലേ? എന്തായിരുന്നു ഇൻസ്പിറേഷൻ? അത് എന്താ പറയാ, അത് ഈ സ്വപ്നം നേടിയതിനു ശേഷമുള്ള അവസ്ഥയാണോ? അല്ല, അത് ഇമാജിൻ ചെയ്യുമായിരുന്നു. നമുക്ക് ഇത് കിട്ടിയ കഴിയുമ്പോൾ ആ റിസൾട്ടിന്റെ ദിവസവും അത് പാരന്റ്സിനോട് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം, ഈ സാധനങ്ങൾ ഞാൻ ഒരുപാട് ഇമാജിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആ റിസൾട്ട് വരുന്ന സമയത്താണെങ്കിൽ ഞാൻ ഇമാജിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സീസണിലെ റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച റിസൾട്ട് ആയിരുന്നു. ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് കട്ട് ഓഫാണ്. കട്ട് ഓഫ് നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ച GST ഇൻസ്പെക്ടർ 307 ആയിരുന്നു കട്ട് ഓഫ്. ഇതിന്റെ ഇതിൽ എനിക്ക് 312 മാർക്ക് ഉണ്ട്. കട്ട് ഓഫ് കണ്ടു ഞാൻ 1 മിനിറ്റ് നേരത്തെ ഞാൻ GST ഇൻസ്പെക്ടർ ആണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഇങ്ങനെ 1 മിനിറ്റ് എത്ര സമയം എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് അങ്ങ് പോയായിരുന്നു മൈൻഡിൽ. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഹാപ്പിനെസ് ആ ഒരു മൂമെന്റ് എനിക്ക് കിട്ടി. അന്ന് എനിക്ക് ആ സാധനം കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ ബാക്ക് അടിച്ച് വന്നു, PDF എടുത്തു, പേരിങ്ങനെ നോക്കും. പേര് നോക്കി അഭിലാഷ് അടിച്ചു, റൗൺ അടിച്ചു, 2 റൗണ്ട് അടിച്ചു, 6 റൗണ്ട് ഞാൻ അടിച്ചു, പേരില്ല. അശോക്ക് അത് ഞാൻ ചോദിക്കാനാണ്, ഇത് എല്ലാ എക്സ്പീരിയൻസിനും ഉണ്ടാവുന്ന അവസ്ഥയല്ലേ? നമ്മുടെ എക്സ്പെക്ടേഷൻ വെക്കും, ചിലപ്പോൾ കീഴിൽ മാറ്റം വരും, ചിലപ്പോൾ ചേഞ്ച് വരും, നമ്മൾ വിചാരിച്ച പോലെ അല്ലാതെ ഒരു തീർച്ചയായിട്ടും ഷോക്ക് ഉണ്ടാവും. അല്ല, കീഴില് മാറ്റം വരുന്ന എനിക്ക് ഇത്രയൊക്കെ മാറ്റം വരുന്ന എനിക്ക് അന്നാ മനസ്സിലായത്. അവിടെ ഇപ്രാവശ്യം ശ്രീ വന്നിട്ട് ഞാൻ ആരോടും സ്കോറൊന്നും പറഞ്ഞില്ല, ഞാൻ എക്സ്പെക്ടേഷൻ വെച്ചില്ല. റിസൾട്ട് വരുമ്പോൾ നോക്കാനുള്ള മൈൻഡ് നിന്നു. എല്ലാവരും മാർക്കുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മാർക്ക് അങ്ങനെ നമ്മൾ വിശ്വസിക്കണ്ട, SSC ആണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജോയിൻ ചെയ്ത് എന്താ ഫീൽ ചെയ്യുന്നത്? ആ ഒരു റിയൽ ലൈഫിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഇമാജിൻ ചെയ്ത ഒരു മൂമെന്റ്സ് ഭയങ്കര സന്തോഷം, അഭിമാനം. ഞാൻ ആ വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഇമാജിൻ ചെയ്ത് ആ സാധനമൊക്കെ ഞാൻ ഇമാജിൻ ചെയ്തത് മുമ്പേ. അപ്പൊ അത് ഇപ്രാവശ്യം പറയുമ്പോൾ അത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ മുന്നിൽ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഫ്യൂച്ചർ ആസ്പെക്ടിനടുത്ത് നിങ്ങൾ എത്രത്തോളം ടീംമേറ്റ്സിനെ സജസ്റ്റ് ചെയ്യും ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ കോച്ചിങ്? ഞാൻ പറയുകയാണെങ്കിൽ മെയിൻലി ഗൈഡൻസ് ഈ കോച്ചിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷ്യം വെച്ച് ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ വെറുതെ പോകുന്നതിനെക്കാൾ നല്ലത് ഒരാൾ കൃത്യമായി നമുക്കൊരു പുഷ് തരാനുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എത്തുന്നതാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ ഗൈഡൻസ് ആണ് എനിക്ക് ടീംമേറ്റ്സിൽ കണ്ട ഫസ്റ്റ് ക്വാളിറ്റി. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ വർക്ക് ചെയ്യാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് റെഡി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ മിസ് ചെയ്യുന്ന സാധനം ഇതുപോലെ ഗൈഡൻസ് ആണ്. അപ്പൊ അത്രയും നമ്മളെ വർക്ക് ഇടുന്ന എഫേർട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഞാൻ അവരൊക്കെ സജസ്റ്റ് ചെയ്ത ടീമേറ്റ്സിലേക്കാണ്, ഞാൻ ഇനിയും സജസ്റ്റ് ചെയ്ത ടീമേറ്റ്സിലേക്കാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പം ബാക്കി എക്സാം ഞാൻ മനസ്സിലാക്കിയ വ്യത്യാസം, ഇപ്പം നമ്മൾ ഇരുന്ന് പഠിച്ചു, വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പൊ അവിടെ മിസ് ചെയ്യുന്ന സാധനം ഈ ഗൈഡൻസ് തന്നെയാണ്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഗൈഡൻസ്. അതിപ്പോഴും വിരാട് കോഹ്ലി ഒക്കെ പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ കരിയറിനെ ചില ഘട്ടങ്ങളിൽ വലിയ ഫോള് വരുമ്പം അദ്ദേഹം ഇത്തരം കോച്ചുമാരെടുത്ത് പോകും, അവരുടെ ഗൈഡൻസ് എടുക്കും, മെന്റർഷിപ്പ് എടുക്കും. നമ്മൾ അറിയാം വിരാട് കോഹ്ലിക്ക് എന്തിനാ മെന്റർഷിപ്പ് അല്ലേ? എന്നാലും വിരാട് കോഹ്ലി മെന്റർഷിപ്പിന്റെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എന്തിനാ ഒരു മെന്റർ? ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എന്തായാലും കിട്ടല്ലോ. ഇത് ഞാൻ 4 ഞാൻ കേൾക്കുന്നത് 2022 എനിക്ക് എന്തായാലും കിട്ടും, 2023 നിനക്ക് എന്തായാലും കിട്ടും, 2024 നിനക്ക് എന്തായാലും കിട്ടും. അങ്ങനെയല്ല, ഇത് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളാ ടയർ നമ്മളെ ആദ്യമായിട്ട് ഒരാൾ പറയുന്നത് ഷോക്കാണ്. കിട്ടും. ഞാന് ഇടയ്ക്ക് കേൾക്കുമ്പോ കിട്ടും എവിടെ കിട്ടാൻ അന്ന് ഞാൻ ഹാപ്പി ആയിരുന്നു ഷോക്ക് എന്ന് പറഞ്ഞാല്. കാരണം എല്ലാരും കിട്ടും നമ്മളെ മനസ്സിലാക്കിയല്ലോ. ആദ്യം ഒരാളാ ഷോക്കാന്ന് പറഞ്ഞാൽ ഇനി തുടങ്ങാം. ഷോക്കാണ് ഇനി തുടങ്ങാം. മറ്റേ പൊട്ടക്കണ്ടില്ലാത്ത അവളെ ഞാൻ ഇവനെ കടന്നു ഇവരുണ്ടായി കാണുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ ഈ വിചാരിച്ച ഒലിവ് ബോർഡിലെ മറ്റേ 340 മുകളിൽ സ്കോർ അടിക്കുന്നവരൊക്കെ
നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് ഞാൻ വിചാരിച്ചു. ആ. പക്ഷെ അതെല്ലാം പിന്നെയാണ് ഇവിടെ എത്തിയപ്പോ മനസ്സിലായത്. ടീംമേറ്റ്സിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് സൗത്ത് ഇന്ത്യയിലുണ്ട്. പ്രധാന ടീമേഴ്സിനെ സെർച്ച് ചെയ്യാനുള്ള കാരണം പിന്നെ നമ്മള് അന്ന് ആ സ്കോർ കാർഡ് നോക്കുന്ന സമയത്താണെങ്കിലും 34 ആള് 33-34 ഞങ്ങളായിരുന്നു. പിന്നെ ഞങ്ങളെ മെയിൻ ചർച്ച ജി കെ ഞങ്ങൾ രണ്ടാക്കും ജി കെ കുറച്ച് മാർക്ക് കുറവാണ്. ആദ്യം തുടങ്ങിയ ടൈമിൽ ഈ 24 മോക്ക് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങൾ ഹിന്ദിക്കാരൊക്കെയാണ് പൊതുവെ 72, 60 റേഞ്ചൊക്കെ എടുത്താണ്. ഇവരെ ഈ PDF ഇങ്ങനെ ഇടും ആഴ്ച സന്ദേശ് സാർ അയച്ചു. അപ്പൊ ഉണ്ടാവും ഓരോരുത്തർ 70, 65. അവിടെയാണ് ഞങ്ങളെ ചർച്ച. അങ്ങനെ നോക്കുമ്പോ ആ 34 എനിക്ക് ഓർമ്മയുണ്ട് 34 ആണ് ആ PDF ഉള്ളത്. 33-34 ഞങ്ങളുണ്ടാവും. പറഞ്ഞ കാര്യമുണ്ട്. ടീമേഴ്സൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിലൊരു ഹിന്ദി ആധിപത്യം കുറയ്ക്കാന്നുള്ളതാണ്. സിജിയില് ഹിന്ദിക്കാരുടെ ഒരു മേഖലയാണ്, അത് ഹിന്ദിക്കാരുള്ളതാണെന്നുള്ള ഒരു മാറ്റിവെക്കൽ കുറച്ചിട്ട് സിജിയിൽ മലയാളികളുടെ എണ്ണം കൂട്ടാണ്. പക്ഷെ 33 ആളെ നമ്മൾ ഒന്നിച്ച് പറഞ്ഞേക്കണം. നമ്മൾ നേടുന്ന ഒരു വലിയ നേട്ടം തന്നെ തോന്നുന്നുണ്ട്. 33 ആൾക്കാർ ഇപ്പൊ പറഞ്ഞില്ലേ നേരെ സുഖമുണ്ട്. വളരെ ക്ഷണപ്പെട്ടികളായ വളരെ ഹാപ്പിയായി സംസാരിക്കുന്നുണ്ട്. SCGST ഇൻസ്പെക്ടേഴ്സിന് മുമ്പിലാണ് ഇരിക്കുന്നത് അല്ലെ. ശരിക്കും അവര് ഭാവി എന്താന്ന് വെച്ചാൽ അത്രയും ഫ്ലറിഷിംഗ് ആണ്. അവർ ഈ 2 ഭാവി ഓഫീസേഴ്സ് വളരെ കൂളായിട്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചു തന്നു, എഴുതുവായിട്ട് സംസാരിച്ചു തന്നു, അവരുടെ ലൈഫിന്റെ ജേർണി എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ. ഇവിടെ തീർന്നില്ല. ഞങ്ങളുടെ സക്സസ് സ്റ്റോറി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഐ എം സൈനിങ് ഔട്ട് വിത്ത് ദം. താങ്ക് യു സോ മച്ച്.